കേട്ടോളൂ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയുതാ ബി അബ്ദിൻ മുഅ്മിനിൻ, വേറൊരു മുഅ്മിനായ ആളെ കൊണ്ടുവരപ്പെടുന്നു ഹിസാബിന്റെ രംഗം. ഫഖലല്ലാഹു ബിഹി, അല്ലാഹ് അയാളെയും കൊണ്ടിട്ട് മാറി നിൽക്കും. അയാൾ ഇതിന് മാറി നിൽക്കും, ആൾക്കാരെ കേൾക്കാതിരിക്കാൻ. എന്നിട്ടോ അലാ ദുനൂബിഹി ദംബൻ ദംബ, ഓരോ ദോഷം അങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കും. ഇത് നീ ചെയ്തതല്ലേ എന്ന്. അയാൾ പറയുന്നത് ഞാൻ ചെയ്തത് തന്നെയാണ്. പിന്നെ അല്ലാഹു അത് അയാൾക്ക് പുറത്തു കൊടുക്കും. ലാ യത്തലി അലാ ദാലിക മലകൻ മുഖറബൻ വലാ നബിയൻ മുർസല വയസ്തുറു അലൈഹി മിൻ ദുനൂബിഹി മാ യക്റഹു യുഖഫ അലൈഹി ثم يقول لسيئاته كوني حسنات. ഒരു പ്രവാചകനോ മലക്കനോ ഒരാൾക്ക് വന്നത് കാണിച്ചു കൊടുക്കൂല. ആ തിന്മകളോട് മുഴുവൻ നന്മയാകാൻ അല്ലാഹു പറയും. ആരാണത്? അന്യന്റെ കുറ്റവും കുറവും മറച്ചു വെച്ച ആൾ. എത്ര വിഷയം, ചെറിയ പ്രായ, പക്ഷെ വലിയൊരു മഹലിന്റെ ഉത്തരവാദിത്തമുള്ള ചെറിയൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ ഉത്തരവാദിത്തം ഒന്നും നിർവഹിക്കാൻ പറ്റുന്ന ആളല്ല. പിന്നെ എങ്ങനെയോ റിസ്കോ ഭക്ഷണമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ പോയി വീണതാന്നാ എനിക്ക് തോന്നണം. വലിയൊരു മഹലിൽ ഉത്തരവാദിത്വമൊന്നും നിർവഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അല്ലാഹ് റിസ്ക് എഴുതിയോണ്ട് അവിടെ പോയി വീണുന്നായിരിക്കാം. എത്ര വിഷയത്തിലാണ് പങ്കെടുത്ത് നിങ്ങൾക്കറിയോ? കല്യാണമൊക്കെ ഉഷാറായിട്ട് കഴിയും, പിന്നെ തെറ്റിയാൽ നാട് നീളെ കുട്ടിന്റെ തിന്മ പറഞ്ഞു നടക്കാം. കുട്ടിയുടെ വാപ്പയുടെ ഉമ്മയുടെ സ്വഭാവങ്ങൾ നാട് നീളെ പറഞ്ഞു നടക്കുക. പിന്നെ ആ കേട്ടവന്റെ മനസ്സിൽ നിന്ന് വായിക്കാൻ കഴിയോ? നിങ്ങൾ ചിന്തിക്കണം. വേണ്ടേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മതി. ആരോടാ കാരണം പറയണ്ട? കാദിനോടാണോ? കാദിനോട് പറയാൻ ഇന്നെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരോട് ആരോ ഒന്നും പറയുന്നില്ല, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. നീ ആ തിന്മകൾ പറഞ്ഞു നടന്നാൽ കേട്ടവന്റെ മനസ്സിൽ നിന്ന് ഖിയാമം വരെ വായിക്കാൻ കഴിയില്ല. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വേറെ രസകരമായ മറ്റൊന്ന്, മുഅ്മിനായ ഒരു അടിമയെ കൊണ്ടുവരപ്പെടുന്നു. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹിസാബ് കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇഞ്ഞെപ്പോഴെങ്കിലും അവസരം നമുക്കുണ്ടെങ്കിൽ ഹിസാബ് വിശദമായി ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഇതിപ്പോ ഞാൻ മഹ്ശറിന്റെ രംഗൊന്നും പറഞ്ഞില്ലേ, വേ ഹിസാബിക്കാണ് പാഞ്ഞു വന്നതാ. മുത്തനബി പറയാൻ ഒരു അടിമയെ കൊണ്ടുവരും. ഫയുദ്നീഹില്ലാഹു തആല മിൻഹു, അല്ലാഹു അയാളെ തന്നോട് അടുപ്പിക്കും. എന്നിട്ടോ അയാളുടെ തെറ്റുകളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരെ കുറിച്ച്, മനുഷ്യരെ തൊട്ട് മറച്ചു വെക്കും. വയദ്ഫഉ ഇലൈഹി കിതാബഹു ഫീ ദാലിക, എന്നിട്ടോ ഇയാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഒരാളെ അല്ലാഹു കൊണ്ടുവരും, തന്റെ അടുത്തേക്ക് അയാൾ അടുപ്പിക്കും. എന്നിട്ടോ അയാളുടെ തൊട്ടപ്പുറത്തൊരു വിരിയാണ് തൂക്കിയിടും. ആളുകൾ ആരും അയാളെ കാണൂല. അല്ലാഹും അയാളും സ്വന്തം സംസാരിക്കുകയാണ്. പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെയോ ഫയുദ്ഫഉ ഇലൈഹി കിതാബ ഫീ ദാലിക സിദ്ർ, ആ മറന്റെ അപ്പുറത്ത് അയാളുടെ കിതാബ് അയാളുടെ കയ്യിലേക്ക് കൊടുക്കും. വയഖൂലു ലഹു, അല്ലാഹുവോട് പറയും, യബ്ന ആദം, എടാ ഇഖ്റ കിതാബക്, വായിച്ചോ, ഇഖ്റ കിതാബക് വായിക്. ഫയമുറു ബിൽ ഹസന, അപ്പൊ അയാൾ ചെയ്ത നന്മ ഒക്കെ അങ്ങനെ വായിക്കുമ്പോ മുഖം അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടാകും. അല്പം കഴിഞ്ഞപ്പോ പിന്നെ ഇയാൾ ചെയ്തു പോയ തിന്മകൾ അതിങ്ങനെ വായിക്കുമ്പോ അയാളുടെ മുഖം ഇങ്ങനെ കറുത്തു വരുന്നു. അല്ലാഹു അയാളോട് ചോദിക്കും, ഇതൊക്കെ ചെയ്തോ, നിനക്കറിയോ ഇതൊക്കെ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, അല്ലാഹ് അതെ ഞാൻ ചെയ്തു തന്നെ എനിക്കറിയാം. ഓരോ തിന്മ ഇയാൾ ചെയ്യണെത്തുമ്പോ ചോദിക്കും, അറിയോ? അറിയാം. ഇത് ചെയ്തത് തന്നെ ഞാൻ എനിക്ക് പുറത്തു നിന്നിട്ടെന്ന് പറയുമ്പോ ഇയാള് സുജൂദ് ചെയ്യും. അങ്ങനെ ഇയാളുടെ ഏടിലെ ഏതൊരു നന്മ വായിക്കുമ്പോഴും അയാൾ സുജൂദ് ചെയ്യും. ഏതൊരു തിന്മ വായിച്ചാലും അല്ലാഹ് പറയുന്നത് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ അയാൾ പിന്നെയും സുജൂദ് ചെയ്യും. നന്മക്കും സുജൂദ്, തിന്മ അല്ലാഹ് പുറത്തു എന്ന് പറയുമ്പോഴും സുജൂദ്. മഹ്ശറിൽ നിൽക്കുന്ന ആളുകൾ കാണണ്ട, ഇയാൾ സുജൂദ് ചെയ്യുന്നെ പിന്നെ നീക്കന്നെ, സുജൂദ് ചെയ്യുന്നെ പിന്നെ നീക്കന്നെ, സുജൂദ് ചെയ്യുന്നെ പിന്നെ നീക്കന്നെ, റബ്ബിന്റെ മുമ്പിൽ ഇയാൾ ആളുകൾ കാണുന്നത്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് പറയും, അല്ലോ തന്റെ റബ്ബിനെ തീരെ ധിക്കരിച്ചിട്ടില്ലാത്ത ഈ അടിമ എത്ര നല്ല മനുഷ്യനാണ്. കാരണം ഇവൾക്ക് മനസ്സിലാവില്ല ഇയാൾ എന്തിനാണ് ഉണ്ടെന്നില്ല, നിങ്ങൾ ഉറങ്ങാം. ഇയാൾ എന്തിനാണ്
സുജൂദ് ചെയ്യണത് ഇവർക്ക് മനസ്സിലാവില്ല. ഇവൻ അള്ളി ഇയാളും തമ്മിലുള്ള സംഭാഷണം ഒന്നും അറിയില്ല. ഇയാൾ സുജൂദ് ചെയ്യണ മാത്ര കണ്ണ്. അപ്പൊ ഇവര് മനസ്സിലാക്കുക ഇയാൾ ഏറ്റവും നല്ല അടിമയാണ്. വലാ യദ്റൂന മാദാ ലഖിയ മാദാ ഉൽഖിയ ഫീമാ ബൈനഹു വബൈനല്ലാഹ്. അല്ലാഹുവിനും അയാൾക്കുമിടയിൽ എന്താണ് നടന്നത് എന്നുള്ള ജനങ്ങൾ അറിയുന്നേ ഇല്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഈ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് ലജ്ജിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആർക്കാ ഇതൊക്കെ അറിയൂ? ജനങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെച്ചവർക്ക്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നാളെ മുതൽ പീഡക്കോലായിൽ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയാനെങ്കിലും ആരാന്റെ ഇറച്ചു പള്ളയിലാക്കണ്ടെന്നർത്ഥം.